ഒരു മുംബൈയിലാണെങ്കിൽ ഒടുവിൽ അലീനയുടെ മുൻപിൽ കൈകൂപ്പി നമ്മുടെ പൗലോസ്. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, മഴതോരും മുംബൈയിൽ വളരെ വലിയ ഞെട്ടിക്കുന്ന സത്യമാണ് അലീന തിരിച്ചറിയുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. അതായത് പപ്പയുടെ പണം മുഴുവനും പപ്പയുടെ കൂടെയുള്ള ചതിയന്മാർ അടിച്ചു മാറ്റുകയാണ് എന്നുള്ള കാര്യം അലീന മനസ്സിലാക്കിയെടുക്കുന്നു. ഇതേ സമയമാണെങ്കിൽ അലീനയാണെങ്കിൽ അവരോട് ചോദ്യം ചോദിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഈ പണം മുഴുവൻ നിങ്ങൾ എടുത്തത്, ആർക്ക് വേണ്ടി എന്ന് ഉള്ള ചോദ്യം ആവർത്തിക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ പൗലോസും സംഘവും പറയുന്നുണ്ട്, ഞങ്ങളല്ല എന്ന് പറയുമ്പോൾ പിന്നെ കടക്കാരൻ പറഞ്ഞല്ലോ നിങ്ങളാണെന്ന്. അപ്പോഴും നിങ്ങൾ സമ്മതിക്കില്ലേ? ഇനി പോലീസിനെ വിളിക്കണോ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പോലീസ് എന്ന് കേട്ടതും ബൈജു ആണെങ്കിൽ സത്യം ഞങ്ങൾ തന്നെയാണ് എടുത്തത് എന്ന് പറയുന്നത് കാണാൻ കഴിയും. അപ്പോഴാണെങ്കിൽ നമ്മുടെ അലീന പറയുന്നുണ്ട്, എനിക്കറിയാം നിങ്ങൾ എൻ്റെ പപ്പയെ പറ്റിച്ച് ഒരുപാട് പണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, പണം എടുത്തിട്ടുണ്ട് എന്ന്. എന്നോട് നുണ പറയാനൊന്നും നിൽക്കേണ്ടതില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ പുറകെ തന്നെയായിരുന്നു എന്ന് പറയുന്നു. നിങ്ങളുടെ ഓരോ നീക്കങ്ങളും ഓരോ പ്രവൃത്തിയും എന്നെ അത് വീണ്ടും വീണ്ടും ചൂണ്ടിക്കാണിച്ചു എന്ന് പറയുന്നത് കാണാൻ കഴിയും. നിങ്ങളെപ്പോലെ കള്ളന്മാരെ, ചതിയന്മാരെ ഞാൻ ഇവിടെ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. സ്നേഹിക്കുന്നവരെയും കൂടുതൽ വിശ്വസിക്കുന്നവരെയും ചതിക്കുന്ന ഒരു സ്വഭാവമുള്ളവർ. ഞാനൊന്നും ഇതുവരെയും ഇങ്ങനെയൊന്നും പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറയുന്നു. അതായത് സ്നേഹിക്കുന്നവരെ ചതിക്കുന്നൊരു ഏർപ്പാട് എനിക്കില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് എന്നോട് ഇത്രയും ദേഷ്യമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ ഇത്തിരി സമയമെടുത്തു. എന്നിരുന്നാലും എല്ലാം ഞാൻ മനസ്സിലാക്കി എന്ന് പറയുന്നു. കാരണം കണക്കും കാര്യങ്ങളുമൊക്കെ ഞാൻ നോക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി എന്ന് പറയുന്നു. കാരണം നിങ്ങൾ പപ്പയെ പറ്റിക്കുന്നുണ്ട്, പപ്പയെ ചതിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് ലഭിക്കണമായിരുന്നു. പപ്പയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് വിശ്വസിക്കുന്നുണ്ടായിരുന്നു. ആ വിശ്വാസത്തിന് നിങ്ങളാണ് മങ്ങലേൽപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളെപ്പോലെ ചതിയന്മാരായ പണിക്കാർ പപ്പയ്ക്ക് എന്തിനാണ് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം ഇതെന്നു മുതലാണ് നിങ്ങളിങ്ങനെ പണം കവരാനായിട്ട് തുടങ്ങിയത് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. അത് പിന്നെ ഞങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്ര വർഷമായി പൗലോസേട്ടാ, ഇനി മറച്ചു പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാനല്ലെങ്കിൽ പോലീസിനെ വിളിക്കും, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കും. അപ്പോൾ വലിയ പ്രശ്നങ്ങളാവും. ഈ പറഞ്ഞ കടക്കാരനടക്കം മിൽക്ക് മാർക്കറ്റിലെ എല്ലാവരും അടക്കം തൂങ്ങേണ്ടി വരും. പപ്പ എന്നെ ഒന്നും പറയാൻ പോണില്ല. പപ്പയ്ക്കും ഇത് വലിയൊരു ഷോക്കായിരിക്കും. കൂടാതെ നിങ്ങളെല്ലാവരെയും കള്ളനെന്ന് വിളിക്കപ്പെടും. നിങ്ങൾക്ക് ഒരുപാട് പൈസ പപ്പയ്ക്ക് നഷ്ടപരിഹാരമായിട്ട് തരേണ്ടി വരും. ഇതൊക്കെ ആലോചിച്ച് സത്യസന്ധമായിട്ട് മറുപടി പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ കളി ഇവിടെ നിൽക്കില്ല എന്ന് പറയുന്നു. പറയടാ പൗലോസേ, എത്ര നാളായടാ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇവിടെ ജോലിക്ക് വന്ന് 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും ചെയ്ത് തുടങ്ങി ഇങ്ങനെ എന്ന് പറയുമ്പോൾ, എടാ പെരും കള്ളന്മാരെ, അപ്പോൾ ലക്ഷങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അത് പിന്നെ ഞങ്ങളെല്ലാവരും വീതിച്ചെടുത്തത് ആൻ്റപ്പൻ ചേട്ടനടക്കം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, അപ്പോൾ ആൻ്റപ്പൻ ചേട്ടൻ ഉണ്ടല്ലോ ഇതിൽ. ആൻ്റപ്പൻ ചേട്ടനപ്പോൾ അറിയാത്ത മാതിരി നിന്നതോ ഒന്നും അറിയാത്ത മാതിരി ഭാവിച്ചതോ എന്ന് പറയുമ്പോൾ അതൊക്കെ പുള്ളിയുടെ ഒരു അഭിനയമാണെന്നേ. ഞങ്ങളിൽ നിന്നും പുള്ളിയും ഒരുപാട് പൈസ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഞങ്ങളെല്ലാവരും കൂടിയാണ് മാസം ഈ പൈസ വീതിച്ചെടുക്കുന്നതെന്ന് പറയുകയാണ്.
അപ്പോൾ നിങ്ങൾക്ക് എന്തിനാടാ പൈസ ശമ്പളമായിട്ട് തരുന്നത്? മുതലാളിയുടെ പണപ്പെട്ടിയിൽ നിന്നും താനെ കൈയിട്ട് വാരി തിന്നുകയാണെങ്കിൽ പിന്നെ മുതലാളി എന്തിനാ നിങ്ങൾക്ക് പൈസ തരുന്നത്? വെറുതെ അല്ല നിൻ്റെ അടുക്കള, നിൻ്റെ എല്ലാം എന്നൊക്കെ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ. അവൻ നിങ്ങൾക്ക് കൂടുതൽ അധികാരം തന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നമായത്. നിങ്ങൾ അവനെ മുതലെടുത്തു എന്ന് പറയുന്നു. ഇനി എന്തായാലും എൻ്റെ പപ്പയെ മുതലെടുക്കാനായിട്ട് ഞാൻ നിങ്ങളെ അനുവദിക്കില്ല. നിങ്ങളെ ഞാൻ എന്തായാലും കുടുക്കുമെന്ന് പറയുന്നു. പൗലോസേട്ടാ, ഇനി പൗലോസേട്ടൻ ഇവിടെ ജോലി ചെയ്തേ മതിയാവുകയുള്ളൂ. അല്ലാതെ പൗലോസേട്ടന് മുൻപിൽ വേറൊരു ഓപ്ഷനുമില്ല എന്ന് അലീന പറഞ്ഞു വയ്ക്കുകയാണ്. ഇവിടെ നിന്നെങ്ങാനും പോയി കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് ജയിലിലേക്കായിരിക്കും. അല്ലെങ്കിൽ ശമ്പളം മൊത്തം തിരികെ തരണം, പറ്റിച്ചു കൊണ്ടുപോയ പൈസ മൊത്തം തിരികെ വെക്കണം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്നു. ഇനി തന്നെ അനുസരിക്കുകയല്ലേ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നു. ഒടുവിൽ അലീനയുടെ മുൻപിൽ കൈകൂപ്പി മാപ്പ് യാചിച്ചുകൊണ്ട് പൗലോസ് പറയുകയാണ്, കുഞ്ഞു പറയുന്നത് എന്തും ഞങ്ങൾ അനുസരിക്കാം, കേൾക്കാമെന്ന്. അപ്പോൾ ഇനി എൻ്റെ തീരുമാനത്തിനനുസരിച്ച് ഇവിടെ എന്തും നടക്കാവൂ എന്ന് ആര് പറയുന്നുണ്ട്? അലീന പൗലോസിനോട് പറയുന്നുണ്ട് എന്ന് കാണാം. കൂടാതെ ഇനി കാശിൻ്റെ കാര്യം, കുറച്ച് നാൾ ശമ്പളത്തിൽ നിന്ന് പറ്റിച്ചും വെട്ടിച്ചും പിടിച്ചത് കുറേശ്ശെ തിരിച്ചു പിടിക്കുമെന്നും അലീന പറയുകയാണ്. എന്നിരുന്നാലൊക്കെയാണ് കേസിൽ നിന്നൊക്കെ മുക്തനാവാനായിട്ട് കഴിയുള്ളൂ എന്നും ഇപ്പോൾ തൽക്കാലം ഞാൻ പപ്പയോട് ഒന്നും പറയുന്നില്ല എന്നും പറയാണ്. പക്ഷേ ആൻ്റപ്പൻ ചേട്ടനെ ഞാൻ അങ്ങനെ വെറുതെ വിടില്ല എന്നും ആൻ്റപ്പൻ ചേട്ടനോട് സംസാരിക്കാനുണ്ടെന്നും ആൻ്റപ്പൻ ചേട്ടൻ സ്നേഹം നടിച്ച് പപ്പയെ ചതിച്ച് എല്ലാം തുറന്നു തിന്നത് ചോദ്യം ചെയ്യപ്പെടണമെന്നും ആര് പറയുന്നു? അലീന പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ ആര് നമ്മുടെ അലീനയാണെങ്കിൽ ആൻ്റപ്പൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആൻ്റപ്പനോട് ചോദിക്കുകയാണ്, ചേട്ടാ സത്യം പറയും, ചേട്ടൻ തെറ്റിന് കൂട്ടു നിന്നിട്ടുണ്ടോ? ചേട്ടൻ അവർ തെറ്റ് ചെയ്തത് നോക്കി നിന്ന് കണ്ണടച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ അത് പിന്നെ കുഞ്ഞേ എന്ന് പറയുമ്പോൾ ചേട്ടൻ ചെയ്തോ ഇല്ലയോ എന്ന് ചോദിക്കുന്നു. ചെയ്തു എന്ന് പറയുന്നു. ചേട്ടന് നാണമാവില്ലേ പപ്പയെ ഇങ്ങനെ വഞ്ചിക്കാനായിട്ട്? എല്ലാ അധികാരവും ചേട്ടന് പപ്പ തന്നിട്ടും ചേട്ടൻ പപ്പയെ കള്ളനായി, അതായത് ചേട്ടൻ പപ്പയുടെ മുമ്പിൽ കള്ളനാവുകയായിരുന്നില്ലേ? ചേട്ടൻ പപ്പയെ ചതിക്കുകയായിരുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അലീന പൊട്ടിത്തെറിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്